പഹയൻ കണാരനും ബാലൻ മാഷിൻ്റെ ചിരട്ടമാലിയും. അന്ന് സ്കൂളിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയതാണ് അന്ത്രു. പക്ഷേ മാവിൻ തോട്ടത്തിലെത്തിയപ്പോൾ കാലുകൾക്കൊരു വിറയൽ. കാരണം മറ്റൊന്നുമല്ല, തലേ ദിവസം തന്ന കേട്ടെഴുത്ത് പഠിച്ചിട്ടില്ല. സ്കൂളിൽ ചെന്നാൽ കിട്ടാൻ പോകുന്ന തല്ല് ആലോചിച്ചപ്പോൾ മിണ്ടാതെ ആ മാവിൻ തോട്ടത്തിൽ ഒളിച്ചു നിൽക്കാൻ തന്നെ അന്ത്രു തീരുമാനിച്ചു. അപ്പോഴാണ് ദൂരെ നിന്നും കണാരൻ മോന്തിക്കൊണ്ട് കുന്തിച്ചുകൊണ്ട് വരുന്നത് കണ്ടത്. അവൻ കാണാതിരിക്കാൻ അന്ത്രു ഒരു മാവിൻ്റെ മറവിൽ പതുങ്ങി നിന്നു. പക്ഷേ പഹയന് ഭയങ്കര കാഴ്ചശക്തിയായിരുന്നു. അവൻ അന്ത്രുവിനെ കൃത്യമായി കണ്ടുപിടിച്ച് അടുത്തെത്തി. മറ്റു വഴിയില്ലാതെ അന്ത്രു കണാരനെ നോക്കി പതുക്കെ പറഞ്ഞു, എടാ കണാര, ഇന്ന് ഞാൻ സ്കൂളിൽ വരുന്നില്ല. എനിക്ക് നല്ല വയറുവേദനയാണ്. നീ പോയിക്കോ. പിന്നെ നീ എന്നെ ഇവിടെ കണ്ട കാര്യം ആരോട് പറയരുത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നിനക്ക് ഞാൻ ഒരു പൈസ തരാം. അത് കേട്ടതും കണാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, നിൻ്റെ പൈസയൊന്നും എനിക്ക് വേണ്ട. ഞാനും ഇന്ന് സ്കൂളിലേക്കില്ല. നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. കൂട്ടിനൊരാളെ കൂടി കിട്ടിയ സന്തോഷത്തിൽ അന്ത്രവും കണാരനും അവിടെ തന്നെ കൂടി. എടാ കണാര, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നീ ഒന്ന് നോക്കണേ, അന്ത്രു ഓർമ്മിപ്പിച്ചു. അതൊക്കെ നീ പറയണോ എന്നോട്? എനിക്ക് അറിയില്ലേ, കണാരൻ ഗൗരവത്തിൽ പറഞ്ഞു. കുറേ ചങ്ങാതിമാർ വഴിയിലൂടെ സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നത് അത്ര പന്തിയലും തോന്നിയതുകൊണ്ട് അവർ രണ്ടുപേരും കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറി മാവുകൾക്കിടയിൽ ഒളിച്ചു നിന്നു. ഇനി ആരും കാണില്ലെന്ന് ഉറപ്പായപ്പോൾ രണ്ടുപേരും കൂടി വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോഴാണ് അല്പം ദൂരെ നിന്നും ഒരു കാൽപ്പെരുമാറ്റം കേട്ടത്. ഭയത്തോടെ പതുങ്ങി നോക്കി അവർ ഞെട്ടിപ്പോയി. അതാ ബാലൻ മാഷും പരിവാരങ്ങളും ഒളിച്ചോടിയ കുട്ടികളെ പിടിക്കാൻ വരുന്നു. അന്ത്രു പരിഭ്രമത്തോടെ കണാരൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, കുത്തിയിരിക്ക്, ശ്വാസം വിടരുത്. എന്നിട്ട് അന്ത്രു വേഗം ഒരു മാവിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. പക്ഷേ ധൃതിയിൽ കയറുന്നതിനിടയിൽ ആ മാവിലുണ്ടായിരുന്ന ചുവന്ന ഉറുമ്പിൻ്റെ കോട്ട അവൻ കണ്ടിരുന്നില്ല. ഉറുമ്പുകൾ അന്ത്രുവിനെ ഇട്ട് നന്നായി പെരുമാറാൻ തുടങ്ങി. കടിച്ചിട്ട് പ്രാണൻ പോകുന്നുണ്ടായിരുന്നെങ്കിലും മാഷ് താഴെ ഉള്ളതുകൊണ്ട് അന്ത്രു മിണ്ടിയില്ല. മാഷും കൂട്ടരും ആ മാവിൻ്റെ ചുവട്ടിലൂടെ നടന്നു നീങ്ങിയെന്ന് തോന്നിയപ്പോൾ അന്ത്രു മുകളിൽ നിന്ന് പതുക്കെ ചോദിച്ചു, കണാര, മാഷങ്ങ് എത്തിയോടാ? കണാരൻ മാവിലകൾ മാറ്റി നോക്കിയിട്ട് പറഞ്ഞു, ഇറങ്ങിവേട, അവർ പോയി. ഉറുമ്പിൻ്റെ കടി സഹിക്കാൻ വയ്യാതിരുന്നതുകൊണ്ട് അന്ത്രു പിന്നെ നോക്കിയില്ല. ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു. ദം എന്ന ശബ്ദം കേട്ടതും കൂടെയുണ്ടായിരുന്ന കുട്ടികൾ വിളിച്ചു പറഞ്ഞു, മാഷേ, ഇതിൻ്റെ അകത്ത് ആരോ ഉണ്ട്. അത്രയും വേണ്ടി വന്നുള്ളൂ. മാഷും പരിവാരങ്ങളും വട്ടമിട്ട് നിന്ന് അന്ത്രുവിനെയും കണാരനെയും അപ്പടി പൊക്കി. അന്ത്രു കണാരനെ നോക്കി മനസ്സിൽ പറഞ്ഞു, പഹയൻ ആകാശം നോക്കിയിട്ടാണോ അവർ പോയി എന്ന് പറഞ്ഞത്? അവരെയും കൂട്ടി മാഷ് കുറച്ചുകൂടി കുട്ടികളെ തിരിഞ്ഞു പിടിച്ചു. എല്ലാവരെയും കിട്ടി എന്ന് ഉറപ്പായപ്പോൾ നടത്തം തുടർന്നു. നടന്ന് അബ്ദുൽ ഹാജിക്കയുടെ വീടിനടുത്തെത്തി. അവരുടെ കൂടെ ഹാജിക്കയുടെ മകൻ ഷെരീഫും ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് പറയാനായിരിക്കും മാഷ് അങ്ങോട്ട് പോയതെന്നാണ് കുട്ടികൾ കരുതിയത്. മാഷെ കണ്ടതും അബ്ദുൽ ഹാജിക്ക ചോദിച്ചു, എന്താ മാഷെ, സുഖമല്ലേ? സുഖം തന്നെ ഹാജിക്ക, മാഷ് മറുപടി നൽകി. എന്താ ഇവരുമായി ഇങ്ങോട്ട്? ഹാജിക്ക വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല ഹാജിക്ക, ഇവരെ കുറച്ചുപേരെ വറുക്കാൻ കൊണ്ടുപോവുകയാണ്. കുട്ടികളെ നോക്കി മാഷ് പരിഹാസത്തോടെ പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ഹാജിക്ക, എനിക്ക് അല്പം ചിരട്ട വേണമായിരുന്നു. അതിനെന്താ, ദാ അവിടെ തേങ്ങ പൂളുന്ന ആളോട് ചോദിച്ച് മാഷ് ആവശ്യമുള്ളത് എടുത്തോളൂ, ഹാജിക്ക പറഞ്ഞു. 2 അരച്ചാക്ക് കണ്ണുള്ള ചിരട്ട വേണം, മാഷ് ആവശ്യപ്പെട്ടു. അങ്ങനെ 2 അരച്ചാക്ക് ചിരട്ട അവർക്ക് കിട്ടി. മാഷ് കുട്ടികളെ നോക്കി ഗർജിച്ചു, ഈ മടിയന്മാരുടെ തലയിൽ ഇത് വെച്ച് കൊടുക്ക്. അല്പം കഴിയുമ്പോൾ മാറി മാറി വെക്കണം വെട്ടല്ലോ. ഹാജിക്ക തൻ്റെ മകൻ ഷെരീഫിനെ ചൂണ്ടി മാഷോട് ചോദിച്ചു, ഇവൻ നന്നായി പഠിക്കുന്നുണ്ടോ മാഷേ? ഓ, ഒക്കെ കണക്കാ, മാഷ് ഒറ്റ മറുപടി ഒതുക്കി. ഇത് കേട്ടതും ഹാജിക്ക അല്പം വിഴുങ്ങിയതുപോലെയായി. ചോദിക്കേണ്ടായിരുന്നില്ല എന്ന് പുള്ളിക്കാരന് മനസ്സിലായി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഹാജിക്ക, മാഷ് പറഞ്ഞു. മാഷൊന്നും കുടിക്കുന്നില്ലേ? അതൊക്കെ പിന്നെ ഒരിക്കലാവാം. അങ്ങനെ അവരെയും കൂട്ടി മാഷ് വീണ്ടും നടത്തം തുടങ്ങി. നടന്ന് ആറ്റീപ്പിലെ അന്ത്രൂച്ചാൻ്റെ പീടികയ്ക്ക് മുന്നിലെത്തി. മാഷെ കണ്ടതും അന്ത്രൂച്ച എഴുന്നേറ്റ് തൻ്റെ പച്ച ബെൽറ്റ് ഒന്ന് ഉയർത്തിക്കെട്ടി ചോദിച്ചു, ഇന്ന് സ്കൂളില്ലേ മാഷേ? ഉണ്ടല്ലോ അന്ത്രൂച്ച, ഞാൻ ഈ പുതിയാപ്പിളമാരെ കൂട്ടാൻ ഇറങ്ങിയതാ. അത് പറഞ്ഞപ്പോൾ അന്ത്രൂച്ച അന്ത്രുവിനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാരണം അന്ത്രൂച്ച അന്ത്രുവിൻ്റെ വെല്ലുമ്മയുടെ ആങ്ങളെയായിരുന്നു. അന്ത്രുവിന് ഭയം കൊണ്ട് ഉള്ളിൽ തീ കോരിയിട്ടു. മാഷ് അന്ത്രൂച്ചയോട് പറഞ്ഞു, ഒരല്പം വെണ്ണേക്കയറ്, ചാക്കുനൂല് വേണമായിരുന്നു. അന്ത്രൂച്ച തിരിഞ്ഞ് ജോലിക്കാരനോട് പറഞ്ഞു, കുറച്ച് വെണ്ണേക്കാർ മാഷിന് എടുത്തു കൊടുക്കൂ. അപ്പോൾ മാഷ് പറഞ്ഞു, കുറച്ച് കൂടുതൽ വേണം, എന്നാൽ നല്ലോണം കൊടുത്തേക്ക്. അന്ത്രൂച്ച ജോലിക്കാരനോട് പറഞ്ഞു. വെണ്ണേക്കയർ വാങ്ങി കുട്ടികളെ ഏൽപ്പിച്ച ശേഷം മാഷ് പോക്കറ്റിൽ കൈയിട്ടതും അന്ത്രൂച്ച തടഞ്ഞു. എന്താ മാഷ് ഇത്? അതൊന്നും വേണ്ട. അവിടെ നിന്നും അവർ നടത്തം തുടർന്നു.
നടക്കുന്നിടയിൽ അന്ത്രു ആലോചിക്കുകയായിരുന്നു. ഓലയും വിറകും ചേരിയുമൊക്കെ തരി വെക്കാൻ ഗോതമ്പ് മാവ് കുറുക്കാൻ സ്കൂളിലുണ്ടല്ലോ, പിന്നെന്തിനാണ് ഈ ചിരട്ട? ഇതൊക്കെ മാഷിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അങ്ങനെ അവർ സ്കൂളിലേക്ക് എത്തിയ ഉടനെ മാഷ് എല്ലാവരെയും വരിവരിയായി നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് സ്കൂളിലെ മറ്റു രണ്ടുപേരെ വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഇവരെ ഒന്ന് എണ്ണി നോക്കിയേ, എത്ര പേരുണ്ടെന്ന്. മാഷ, ഇവർ 16 പേരുണ്ട്. അവർ എണ്ണി തിട്ടപ്പെടുത്തി. അന്ന് അവരുടെ ക്ലാസ്സിൽ മുഴുവൻ പെൺകുട്ടികളും വെറും 3 ആൺകുട്ടികളും മാത്രമാണ് വന്നിരുന്നത്. ബാക്കിയുള്ള പഹയന്മാരൊക്കെ ഒളിച്ചു നിന്നവരായിരുന്നു. മറ്റുള്ള ക്ലാസ്സുകളിൽ എത്ര പേർ ഒളിച്ചോടി എന്ന് ആർക്കറിയാം. എല്ലാവരും കൈനീട്ടിക്കെ മാഷ് ഉത്തരവിട്ടു. മാഷ് 2 കൈ കൊണ്ടും തൻ്റെ ചൂരൽ വളക്കുകയും നിവർത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോഴേ കുട്ടികൾ കരയാൻ തുടങ്ങി. ഓരോരുത്തരായി കൈനീട്ടി അടി വാങ്ങാൻ തുടങ്ങി. ചിലർ അടി പേടിച്ച് കൈ വലിച്ചപ്പോൾ മാഷ് വീണ്ടും വീണ്ടും അടിച്ചു. എത്രമാത്രം കൈവലിക്കുന്നുവോ അത്രയും കൂടുതൽ അടി കിട്ടും. എല്ലാവരും നിലവിളിയോടുകൂടി 2-3 അടി വീതം വാങ്ങി. അങ്ങനെ ഓരോരുത്തരുടെയും ഊഴം കഴിഞ്ഞു. അന്ത്രുവിൻ്റെ ഊഴം എത്തിയപ്പോൾ ചൂരൽ വീഴുന്നതിന് മുമ്പ് അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കണ്ണീർ തുള്ളികൾ നിലത്തേക്ക് ഇറ്റുവിറ്റ് വീണു. പേടിയുണ്ടായിരുന്നെങ്കിലും അവൻ കൈവലിച്ചില്ല. അടി കൃത്യമായി കിട്ടി. അടുത്തത് കണാരൻ്റെ ഊഴമായിരുന്നു. കണാരനോട് കൈനീട്ടാൻ പറഞ്ഞപ്പോൾ അവൻ മാഷെ നോക്കി പതുങ്ങളോട് പറഞ്ഞു, മാഷേ, ഞാൻ സ്കൂളിലേക്ക് വരികയായിരുന്നു. ഈ അന്ത്രുവാണ് എന്നോട് പറഞ്ഞത് ഒളിച്ചു നിൽക്കാമെന്ന്. അവൻ്റെ ആ കള്ളം പറച്ചിൽ കേട്ടത് മാഷ് വീണ്ടും അന്ത്രുവിൻ്റെ അടുത്തേക്ക് വന്നു. അന്ത്രു അപ്പോൾ വേദനിച്ച് കൈ തടവുകയായിരുന്നു. മാഷ് വീണ്ടും കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ അന്ത്രു കരഞ്ഞു നിലവിളിച്ചു. അവൻ കളവ് പറയുകയാണ് മാഷെ, അവൻ തന്നെയാണ് ഒളിക്കാൻ വന്നത്. എനിക്കെല്ലാം അറിയാം, നീ കൈ നീട്ടടാ, മാഷ് ഗർജിച്ചു. വീണ്ടും കരഞ്ഞുകൊണ്ട് അന്ത്രു കൈ നീട്ടി. അടുത്ത അടിയും വാങ്ങി. മാഷ് വീണ്ടും കണാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ അന്ത്രുവിനെ നോക്കി പതുക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. നീയും കൈ നീട്ടടാ പഹയ, മാഷ് പറഞ്ഞതും കണാരൻ്റെ മുഖഭാവം മാറി. അവൻ മാഷുടെ മുഖത്തേക്കും കാലുകളിലേക്കും മാറി മാറി നോക്കാൻ തുടങ്ങി. ദയ കെട്ടാനുള്ള അവൻ്റെ സ്ഥിരം അടവായിരുന്നു അത്. കൈ നീട്ടടാ, മാഷ് ചൂരൽ ഓങ്ങി കൊടുത്തു അവന് 2-3 അടി. കണാരൻ വേദന കൊണ്ട് ഉച്ചത്തിൽ തുള്ളിച്ചാടി കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അന്ത്രു തൻ്റെ കൈയിലെ വേദനയൊക്കെ മറന്നു. അവൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു സന്തോഷ നൃത്തം തന്നെ നടക്കുകയായിരുന്നു. എല്ലാവരുടെയും ശിക്ഷ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് അല്പം ആശ്വാസമായി. അപ്പോഴാണ് മാഷിൻ്റെ അടുത്ത നിർദ്ദേശം വരുന്നത്. എല്ലാവരും പോയി ചെറിയ ബലമുള്ള ഇല്ലിക്കഷ്ണം ഒടിച്ചു കൊണ്ടുവാ. എല്ലാവരും ഓടിപ്പോയി ഇല്ലിക്കഷ്ണങ്ങൾ ഒടിച്ചു കൊണ്ടുവന്നു. മാഷ് വീണ്ടും കൽപ്പിച്ചു, ഇനി ആ ചിരട്ടകളുടെ കണ്ണ് നോക്കി ഈ ഇല്ലിക്കഷ്ണം കൊണ്ട് കുത്തി ഒരു ദ്വാരമുണ്ടാക്ക്. എല്ലാവരും പേടിയോടെ ചിരട്ടയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് തോട്ടയാക്കി. അതിനുശേഷം മാഷ് ആ വെണ്ണക്കയർ അവർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഈ കയറിലേക്ക് 4ഉം 5ഉം ചിരട്ടകൾ വീതം കോർക്കുക. എന്നിട്ട് അതിൻ്റെ 2 അറ്റം കൂടി കെട്ടുക. ചിരട്ട തികയാതെ വന്നാൽ അപ്പുറത്ത് പോയി എടുക്കണം. വേഗം വേണം, ഞാനിപ്പോൾ വരാം. ഇതും പറഞ്ഞ് മാഷ് അപ്പുറത്തേക്ക് പോയി. പേടിച്ച് വിറച്ച കുട്ടികൾ വേഗം തന്നെ 4-5 ചിരട്ടകൾ വീതം കോർത്ത് കെട്ടിവെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാഷ് തിരിച്ചെത്തി. മിടുക്കന്മാർ, അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും സന്തോഷമായെങ്കിലും ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മാഷ് ക്ലാസ്സിലേക്ക് നോക്കി മറ്റൊരു കുട്ടിയെ വിളിച്ച് പറഞ്ഞു, ഈ ചിരട്ടമാലകൾ ഇവരുടെയൊക്കെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്ക്. അവൻ അതനുസരിച്ച് ഓരോ ചിരട്ടമാലയും കുട്ടികളുടെ കഴുത്തിലിട്ട് കൊടുത്തു. സ്കൂളിലെ എല്ലാ കുട്ടികളും അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. നാണക്കേട് കൊണ്ട് അന്ത്രവും കൂട്ടരും തല താഴ്ത്തി നിന്നു. മാഷ് അവിടെയും നിർത്തിയില്ല. പുതിയ പിള്ളമാർ എഴുന്നേൽക്കൂ, എന്നിട്ട് ഈ സ്കൂളിന് ചുറ്റും 10 റൗണ്ട് അടിക്കൂ. അങ്ങനെ അവർ കഴുത്തിൽ ചിരട്ടമാലയും തൂക്കി സ്കൂളിന് ചുറ്റും നടക്കാൻ തുടങ്ങി. അവർ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ അതോ സംസാരിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ മറ്റു കുട്ടികളെ മാഷ് അങ്ങിങ്ങായി കാവൽ നിർത്തിയിരുന്നു. ഉച്ചക്കത്തെ ബെല്ലടിക്കാറായപ്പോഴേക്കും അവർ നടന്ന് പൂർണ്ണമായും തളർന്നു പോയിരുന്നു. ഒടുവിൽ മാഷ് പറഞ്ഞു, മതി, ഇനി മേലിൽ സ്കൂളിൽ കൃത്യസമയത്ത് ഹാജരാകണം, കേട്ടല്ലോ. എല്ലാവരും തളർച്ചയോടെ തലയാട്ടി. ശരി, എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളൂ. നാണക്കേടും ക്ഷീണവും കാരണം അവർ ക്ലാസ്സിലെ നിലത്തു നോക്കി മിണ്ടാതെയിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് അന്ത്രു കണാരൻ്റെ നേരെ തിരിഞ്ഞു. എടാ വഞ്ചക, ഞാൻ എപ്പോഴാടാ നിന്നോട് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞത്? ഇതും പറഞ്ഞ് 2 പേരും കൂടി തല്ലുകൂടാൻ തുടങ്ങി. മണ്ണിൽ കിടന്നു ഉരുണ്ടുകൊണ്ടായിരുന്നു അടി. കായൻ്റെ സലീമും CH അമ്മദും അവരെ പിടിച്ചു മാറ്റാൻ നോക്കി. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. കുറേ സമയത്തെ കഠിന ശ്രമത്തിനൊടുവിലാണ് അവർ 2 പേരെയും പിടിച്ചു മാറ്റിയത്. ഒടുവിൽ അന്ത്രവും കണാനും 2 വഴിക്ക് പിരിഞ്ഞു നടന്നു. ബാലൻ മാഷിന് ഇതൊന്നും പുത്തരിയല്ലായിരുന്നു. ഏത് പഹൻ എവിടെ ഒളിച്ചാലും മാഷിനും അതൊക്കെ കൃത്യമായി അറിയാമായിരുന്നു. മാഷോടാണോ നമ്മുടെ കളി, അതൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. ശുഭം.